ആക്സസ് 125. ഇത് എൻജിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് എന്ന് പറഞ്ഞാണ്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ ഈ ഫാനിൻ്റെ ഈ ഭാഗത്തു നിന്നായിരുന്നു സൗണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, കാരണം എൻജിൻ്റെ പ്രോബ്ലം ആയിട്ടല്ല, അല്ലാതൊരു സൗണ്ടാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, ഇത് അയച്ചു നോക്കിയപ്പോൾ ഇതേമാതിരത്തെ ചില്ലിയില്ലേ, ബേബി ചില്ലി ഒരു 6 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറൂല. ഇത് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് ചില്ലി ഇതേമാതിരി നമ്മൾ കൊണ്ടുവന്നിടും. എന്നിട്ട് വണ്ടി അവിടെ വെക്കുമ്പോൾ കുട്ടികൾ എടുത്തിട്ട് അതേമാതിരി സൈലൻസറിൻ്റെ ഉള്ളിലിടും. ചിലവിൽ സൈലൻസറിൻ്റെ ഉള്ളിലൊന്നും ഇട്ടാൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒരിക്കലും കിട്ടൂല. ഇതിപ്പോൾ ഈ ഫാനിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫാനിൻ്റെ പങ്കേൻ്റെ ഈ കവറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതാണ്. എന്താ ചില്ലി ഒരു 6 എണ്ണം ഉണ്ട്. അപ്പോൾ അത് കുടുങ്ങി കിടന്നാൽ ഡൈമിൽ തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ചില വർക്ക്ഷോപ്പുകാർ 2 വർക്ക്ഷോപ്പിൽ ഒരു കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻജിൻ വർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് അയച്ചു നോക്കിയപ്പോൾ ഈ ബേബി ചില്ലി കയറി കിടക്കുകയാണ്. ഇതൊരു 6 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എടുത്തിട്ടതിൽ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം കൂടുതലും കുട്ടികളുള്ള വീടുകളിൽ ബേബി ചില്ലിയൊക്കെ ഇടുമ്പോൾ വണ്ടി മാക്സിമം ഒതുക്കി വെക്കുക. പെട്ടെന്ന് ബേബി ചില്ലി എടുത്ത് നേരെ അതിലേക്ക് ഇടാൻ പറ്റാത്ത രീതിയിൽ വെക്കുക. ഇതിപ്പോൾ ഫാനിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല. സൈലൻസറിൻ്റെ ഉള്ളിലാണെങ്കിൽ, സൈലൻസറിൻ്റെ ഉള്ളിൽ ഈ ഹോൾ കൂടെ ഇട്ടതാണെങ്കിൽ എന്തായാലും നമുക്ക് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അത് അയച്ച് ഫിൽറ്റർ ചിലപ്പോൾ തട്ടിയാൽ കിട്ടും, ചിലപ്പം തട്ടിയാൽ കിട്ടൂല. ആ ലെവലിലാവും പിന്നെ ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളിലൊക്കെ വീട്ടിൽ മുറ്റത്ത് ബേബി ചില്ലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി വെക്കുമ്പോൾ അവർ കളിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കാണാം. ഇത് കണ്ടോ, അത്യാവശ്യം ബേബി ചില്ലി കുടുങ്ങിയിട്ട് സ്ക്രാച്ച് വന്നിന്. കണ്ടോ, സ്ക്രാച്ച് കുടുങ്ങിനെ. അത് പൊട്ടും, ഫാൻ ചിലപ്പം പൊട്ടും നല്ല പവറിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ അത്രയ്ക്ക് കുടുങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.